ഹലോ, വിനീതിൻ്റെയും ഗംഗയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകർ ഒന്നാകെ കാത്തിരുന്ന ചില രംഗങ്ങളൊക്കെയാണ് നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ കുഞ്ഞു ചാനലാണ്, ആദ്യം തന്നെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വിനീതും ഗംഗയും ഇങ്ങോട്ടേക്ക് വന്നിറങ്ങുവാണ് ബൈക്കിൽ കേട്ടോ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ അമ്മയാണെങ്കിൽ സുജാതയും ഗീതയും ദാസനും അവിടെ ഭയങ്കര അടിപൊളി സദ്യയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്ന് ഇത്രയും എന്താണ് സദ്യയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ വിനീതിൻ്റെ ആ ഒരു 16 അടിയന്തരം നടത്തുക, അങ്ങനെയാണ് അമ്മ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ വിനീതിൻ്റെയും ഗംഗയുടെയും ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കി സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ നിൽക്കുവാണല്ലോ ഗീതയും ദാസനും കൂടെ. അവരങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അപ്പോഴേക്കും ഇവരിങ്ങനെ ബൈക്കിൽ വന്നിറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദാസൻ പറഞ്ഞു, നീ പോയി അമ്മയെ വിളിക്കാനാണ് പറയുന്നത്. അപ്പോഴേക്കും ഗീത ഓടിപ്പോയി അമ്മയെ വിളിക്കണം, അമ്മ ഇതേ ആരാ വന്നിരിക്കുകയെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അമ്മ ഇറങ്ങി വരുന്നത് കയ്യിൽ ദീപമൊക്കെ കൊളുത്തി നിറമ്പറയും നിലവിളക്കും ഒക്കെ ആയിട്ട് മകനെയും മരുമകളെയും സ്വീകരിക്കാനായിട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അത് കഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറി വാ മക്കളെ എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ എന്നിട്ട് റൂമിൽ പോയി വിശ്രമിക്കാൻ പറയുന്നു. അവർ നേരെ റൂമിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിനീത് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെ മനസ്സിലായില്ലേ, ഞാൻ വിനീതാ, എന്താ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ വിനീത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഗീത പെട്ടെന്ന് ഓടി അടുക്കളയിൽ ചെന്നിട്ട് അമ്മയെടുത്ത് സുജാത എടുത്ത് ചോദിക്കും, അമ്മ എന്ത് പരിപാടി കാണിച്ചു കൂട്ടിയത്? അമ്മ പറഞ്ഞു അവനൊരു സ്വത്തും കൊടുക്കില്ല, അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ അവരെ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചു. ഇടി മണ്ടി, നിനക്ക് ഈ ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ. പിന്നെ ഈ സ്വത്ത് മൊത്തം എൻ്റേതാണ്, ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിൻ്റെ അച്ഛനും എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. എനിക്ക് സ്വന്തമായിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നെങ്കിൽ അവൻ്റെയും കൂടെ അനുവാദം വേണം. പിന്നെ ഇരിക്കുന്ന സ്വർണവും കാശും ഒക്കെ നിനക്ക് തന്നെ ഉള്ളത്, അത് ഞാൻ നിനക്ക് തന്നെ തരും. പിന്നെ ഈ വീടും പറമ്പും ഒക്കെ എനിക്ക് ഒറ്റയ്ക്ക് നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ കഴിയുമോ? അതിനുള്ള അനുവാദം അവൻ്റെയും കൂടെ വാങ്ങണ്ടേ? അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ അനുനയിപ്പിച്ച് നമുക്കിത് കൈക്കലാക്കണം. അതുകൊണ്ടല്ലേ പൊട്ടിയും ചോദിക്കണം. അയ്യോ, അമ്മയ്ക്ക് എന്തുമാത്രം ബുദ്ധിയാണെന്ന് ചോദിക്കണേ. അപ്പോൾ ഇത് പാത്ത് നിന്നിട്ട് ദാസ് മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ദാസി എന്നിട്ട്, അമ്മ എവൾക്കല്ലേലും പണ്ടേ ബുദ്ധിയൊന്നുമില്ല, എവൾക്കതൊന്നും മനസ്സിലാവില്ല, അമ്മ പറഞ്ഞോളൂ, നമുക്കതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള മട്ടിൽ ഇയാൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അടുക്കളയിലാണെങ്കിൽ ഒരുപാട് കറികളും ഇതൊക്കെ ഒരുക്കി സദ്യ ഒരുക്കുകയാണ് അമ്മ. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന റൂമിൽ ഗംഗയും വിനീതും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് വിനീതിൻ്റെ അടുത്ത്, നമുക്ക് പണി തുടങ്ങിയാലോ വിനീതേട്ടാന്ന് ചോദിക്കണം. അതേ, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു ഗംഗ അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. ഗംഗ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. അതിനുശേഷം നോക്കുമ്പോഴാണെങ്കിൽ ഗീത ചുമ്മാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല. അപ്പോൾ അമ്മയാണ് കാര്യങ്ങളെല്ലാം, സുജാതയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗംഗ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഗീതേച്ചി അടുക്കളയിൽ പണിയൊന്നുമില്ലേ? ഏയ്, ഞാൻ പണി ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കി അതിനൊന്നും കറക്കി എരിവ് പോരാ പുളിവ് പോരാ എന്ന് പറഞ്ഞ് അമ്മ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറാനില്ല. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ എനിക്കൊരബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട്, വറുത്തരച്ച ചെമ്മീൻ കറിക്ക് ഇത്തിരി എരിവ് കൂടിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ഇച്ചിരി തേങ്ങാപ്പാൽ കലക്കി വെച്ചാൽ ശരിയാവുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അപ്പോൾ ഗീതേച്ചിക്ക് പണി ചെയ്യുന്നതിന് യാതൊരു മടിയില്ല, അമ്മയാണ് സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുനിന്ന് കുറച്ച് ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് ഗീത എടുത്ത് ഗീതേച്ചി ഇതങ്ങ് അരിഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാനും അതെ, ഗീതേച്ചിക്ക് പണി ചെയ്യാൻ യാതൊരു മടിയില്ലല്ലോ, അമ്മ ഒന്നും പറയില്ല, ഗീതേച്ചി ഇതറിഞ്ഞു, നമുക്ക് എല്ലാവരും സഹായിച്ചാൽ ഇതിപ്പോൾ അടിപൊളി സദ്യ ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗീതയെ കൊണ്ട് നൈസായിട്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഗംഗ. എന്നിട്ട് സുജാതയ്ക്കുള്ളിൽ ചിരിയും വരുന്നുണ്ട്, ഗംഗയ്ക്കും അതുപോലെ തന്നെ. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച രീതിയിലാണ് വിനീതിൻ്റെയും ഗംഗയുടെയൊക്കെ പെരുമാറ്റം. പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ അപ്പോഴേക്കും ദാസ് പോയി വലിയൊരു മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ദൂരം മാറി പെരയുടെ മുകളിലാണെന്ന് തോന്നുന്നു, അവിടെ മാറിയിരുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അങ്ങനെ എന്നിട്ട് ദാസ് പറയുന്നുണ്ട്, അപ്പോൾ ഇത് നല്ല കാര്യമല്ലേ അളിയ, നമുക്ക് മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിക്കുകയും ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും കാട്ടും കൂട്ടിയോ എന്തുണ്ടെങ്കിലും തുറന്ന് പറയുകയോ അടിപിടി കൂടിയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് കെട്ടടങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, നല്ലൊരു ഐഡിയ അല്ല. അപ്പോൾ വിനീതും പറയുന്നുണ്ട്, ഓക്കെ അളിയ, നല്ല കാര്യമാണെന്ന് പറയും. അങ്ങനെ ടച്ചിങ്സിന് കുറച്ച് മാങ്ങായും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് ദാസ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിനീതിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദാസും കുടിക്കുന്നുണ്ട്. പക്ഷേ വിനീത് ഈ ഒഴിക്കുന്നതൊന്നും കുടിക്കുന്നില്ല, അപ്പുറത്തോടെ എടുത്ത് കളയുകയാണ്. പക്ഷേ അത് ദാസ് ശ്രദ്ധിക്കുന്നില്ല. ഓരോ ഗ്ലാസ്സിലും നിറയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, വിനീത് എടുത്ത് അപ്പുറത്തോട്ട് കളയുന്നു. ദാസ് ഇങ്ങനെ കുടിച്ച് ദാസിനാകെ ലിക്ക് കിട്ടു. പക്ഷേ വിനീതിന് ഒന്നും കുഴപ്പം വന്നിട്ടില്ല. പക്ഷേ വിനീത് അങ്ങ് അഭിനയം തുടരുകയാണ്, ആകെ ബോധം പോയി എന്നുള്ള മട്ടിൽ. ഇടയ്ക്ക് അവിടെ ഭയങ്കര നിലവിളിയോ അയ്യോ എന്നൊക്കെ വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, അപ്പുറത്ത് എന്തോ നിലവിളിയൊക്കെ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് അപ്പുറത്തെ തൊഴുത്തിൽ പശു എങ്ങാണോ ആയിരിക്കും എന്നാണ്. യഥാർത്ഥത്തിൽ അതൊന്നുമില്ല, ഒരുപാട് നിലവിളി കേട്ട് അവസാനം ഓടിച്ചെന്ന് നോക്കുമ്പോൾ വിനീത്
മുറ്റത്ത് അപ്പുറം ബാക്ക് സൈഡിൽ കഴുത്തിന് തോർത്തിട്ട് മുറക്കി കൊല്ലാൻ നോക്കുകയാണ് ദാസിനെ. അപ്പോൾ കിടന്ന് വെപ്രാളം കൊണ്ട് പുളയുകയാണ്. ദാസിനെ അടിച്ച് ശരിയാക്കി കഴുത്തിന് തോർത്തെല്ലാം കെട്ടി മുറുക്കിയിട്ട് അത് കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഓടിച്ചെന്ന് എന്താ വിനീതേട്ടാ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗംഗയും അമ്മയും എല്ലാം കൂടെ അത് പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ ദാസിനെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത പരുവാക്കി. അപ്പോഴേക്കും ഗീത ചോദിക്കുന്നുണ്ട് ഗംഗയടുത്ത്, എടി നിൻ്റെ ഭർത്താവിനെ എന്താ ഇത് വെള്ളം അടിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു ലെക്ക് ഇട്ടിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഗംഗ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഗീതേച്ചി ഇതുപോലല്ലേ പറഞ്ഞേ ദാസേട്ടന് ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അറിയത്തില്ല, പിടിച്ചാൽ പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ വിനീതേട്ടനും അങ്ങനെ ചുട്ട മറുപടി ഗീത കൊടുക്കുന്നുണ്ട്. നിൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോടി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നം ഉണ്ടാവുമെന്നാണ് സുജാതയും പറയുന്നത്. അവർക്ക് പിടിച്ചിണീപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഗീത തന്നെ വലിയ പാടുപെട്ടൊക്കെയാണ്, പെടലി പോലും അനങ്ങാമി ഒരു സൈഡിലോട്ടായിപ്പോയി പിടിച്ചിണീപ്പിച്ച് വലിയ പാടുപെട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ദാസ് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അവൻ ഇനിയിപ്പോൾ എന്നെ കൊന്നു കളയുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് അപകടമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. എന്നിട്ട് പറയുന്നുണ്ട്, സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നമ്മൾ വീട്ടിലോട്ട് ചെന്നാൽ സ്വർണ്ണമേ നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല, പിന്നെ എന്താവും സ്ഥിതി, അവിടെയും ഇല്ലാതായിപ്പോവും. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നിൽക്കാൻ പേടിയാവുന്നു, വിനീത് കൊല്ലുവോ ഇല്ലയോ, അങ്ങനെയൊക്കെ ആകെ പ്രശ്നത്തിലാണ് രണ്ടുപേരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം, ഇനിയിപ്പോൾ നിൽക്കാൻ കഴിയില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ. അങ്ങനെ ഒരു ഷർട്ട് പോലും ഇടാൻ പറ്റുന്നില്ല. അവിടെ ആണെങ്കിൽ ഗീതയും സുജാതയും ഗംഗയോട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അമ്മയെ മോൻ കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നു, ഇത് പോരെ അമ്മയും ചോദിക്കണം, മതി മോനെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. അമ്മയോടുള്ള സ്നേഹം വിനീതിന് അതിഭയങ്കരമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് വിനീത് അമ്മയെ എതിർത്ത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അമ്മയും മോനും ആ ഒരു സ്നേഹം പഴയതിലും ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടി. ഒപ്പം ഗംഗയുണ്ട്, ഗംഗയ്ക്കും ഭയങ്കര സന്തോഷമായി. അതിനുശേഷം അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ പത്രമൊക്കെ വായിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി അവിടെ നിന്ന് ഏതോ വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കുന്നത് പുറകെ ചെന്നുകൊണ്ട് തട്ടിയപ്പോഴത്തേക്കും ദാസിന് സഹിക്കാൻ പറ്റത്തില്ല. ഈ നശൂലത്തെ എവിടെയെങ്കിലും പിടിച്ച് മാറ്റി വെക്കാനാണ്, ഈ മുതലിനെ എങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റി കൊണ്ടുപോകും, എനിക്ക് പറ്റില്ല, എൻ്റെ ബാക്കിൽ കൊണ്ടുപോയി തട്ടിപ്പോയാൽ എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ള മട്ടിൽ നിലവിളിക്കുകയാണ് ദാസ് കേട്ടോ. അതിനിടയിൽ ഫുഡ് കഴിക്കുന്നിടത്ത് ചെന്ന് അവിടെയും പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഗംഗ എടുത്ത് പറയുമ്പോൾ അവർ നിർബന്ധിച്ചിട്ട് ഇപ്പം ഞങ്ങൾ കഴിക്കാതെ പോകും എന്നുള്ള മട്ടിൽ. അപ്പോൾ ഗംഗ നിർബന്ധിക്കുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഗംഗ നിർബന്ധിക്കുന്നുമില്ല. അപ്പോൾ തിരിച്ച് ദാസിൻ്റെ അടുത്തെന്ന് പറയുന്നുണ്ട്, അവൾ നിർബന്ധിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അതും ഉണ്ടായില്ല, ഇനിയിപ്പോൾ ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അങ്ങനെ ആകെ പ്രശ്നത്തിലാണ് കേട്ടോ. അങ്ങനെ വിനീതും സുജാതയും ഗംഗയും കൂടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ്. അടിപൊളി കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. പിന്നെ സുജാത ഒന്നും അറിയാത്ത രീതിയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ദാസും ഗീതയും കൂടെ എല്ലാം ഒരുക്കി ബാഗും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇതൊന്നും അറിയാത്ത മട്ടിൽ അവർ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗത്തോടുകൂടി നല്ല കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. ആ ഒരു രംഗത്തോടുകൂടി ഇന്നത്തെ വിനീതിൻ്റെയും അതുപോലെ ഗംഗയുടെയും കഥ അവസാനിക്കുകയാണ്. ഓക്കെ.